നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യ തലസ്ഥാനം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രതികരണം നടത്തുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ പ്രതികരണം അത് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് സാർ അതിനെ നിരീക്ഷിക്കുന്നത്? ഈ പ്രതിഷേധമൊന്നും അല്ല ഇപ്പം ഞാൻ കാണുന്നത്, പ്രകടനപരതയാണ് ഇപ്പോൾ കാണുന്നത്, നാടകം. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുടുംബത്തിൻ്റെ നേതാക്കൾ, അവരാണല്ലോ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതിനപ്പുറം ഒന്നുമില്ലല്ലോ, അവർ രണ്ടും കൂടി നടത്തിയ നിരോധിത മേഖലയിലുള്ള ആ ധർണയിൽ, ആ സമരത്തിൽ ഞാൻ കണ്ടത് അവരുടെ ഏറ്റവും ഒരു എന്തോ കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലാണ് അവർ പെരുമാറിയത്. 25 കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രതിഷേധ ജ്വാലയായിട്ട് വിശേഷിപ്പിച്ച ഒരു സമരത്തിൽ വാസ്തവത്തിൽ ഞാൻ കണ്ട അവർ ചിരിക്കുന്നു, ഇങ്ങനെ കൈകൊട്ടി പാടുന്നു, ഇപ്പോഴെന്തോ സംഭവിക്കാൻ പോകുന്നു, മോദിയുടെ ആപ്പീസ് പൂട്ടാൻ പോകുന്നു, അതോടുകൂടി തങ്ങളുടെ കുടുംബം അവിടോട്ട് കയറി ഭരണം നടത്താൻ തുടങ്ങുന്നു എന്നുള്ള മട്ടിലൊരു സന്തോഷം മാത്രമാണ് നാം കണ്ടത്. പിന്നെ കാണുന്ന കുറേ പെർവേർട്സുകൾ കാണിച്ചു കൂട്ടുന്ന കൂത്താട്ടങ്ങളാണ്. ഏതോ മയക്കുമരുന്ന് അടിമയാകൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള പെർവേർഷൻസിൻ്റെ, ഒരിക്കലും സഹിക്കാനാകാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ, സെക്ഷൽ പെർവേർട്സ് നടത്തുന്ന പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞരമ്പ് രോഗികൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആൾക്കാർ, സ്വന്തം പാൻറ്റിൻ്റെ സിപ്പ് വലിച്ചൂരിയിട്ട് അത് എക്സ്പോസ് ചെയ്യുന്ന എക്സിബിഷനിസ്റ്റുകൾ, അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം അതിൻ്റെ ഒരു ഡെമോകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമായിട്ട് മാറുന്നത്? പബ്ലിക് ഡൊമൈനിലുണ്ടിത്. എന്നിട്ട് മരിക്കാത്ത ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് വ്യാജം പരത്തിക്കൊണ്ട് ആൾക്കാരെ ഇളക്കി മറിക്കുക, രോഷാകുലരാക്കി തീർക്കുക, അങ്ങനെയൊക്കെ ചമച്ചുകൊണ്ട് ഹോങ്കോങ്ങിൽ, ടിയാനൻമെൻ സ്ക്വയറിൽ, നേപ്പാളിൽ, ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിൽ ഒക്കെ നടന്നതുപോലെയുള്ള ഒരു വിപ്ലവം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തെ അട്ടിമറിച്ച് തൽപര കക്ഷികൾക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ള ഒരു മനോഭാവമാണ് ഞാൻ കണ്ടത്. ആ തരത്തിൽ അങ്ങനെ സാധിക്കാമെന്ന്. പക്ഷേ ജനങ്ങൾ ഇതിൽ പങ്കെടുത്തില്ല. ഈ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ശരാശരി വയസ്സെന്ന് പറയുന്നത് 29. അവരുടെ പ്രാതിനിധ്യം വലുതായിട്ടൊന്നും ഇതിൽ കണ്ടില്ല. സെക്ഷൽ പെർവേർട്സുകളുടെ ധാരാളമായിട്ടുള്ള കൂത്തുകളാണ്, വമനേച്ഛ ഉളവാക്കുന്ന, നോസിയേറ്റിംഗ് ആയിട്ടുള്ള, ഛർദ്ദിക്കാൻ തോന്നുന്ന, ഓക്കാനം വരുന്ന തരത്തിലുള്ള പ്രകടനങ്ങളുടെ കൂത്താട്ടമാണ് അവിടെ തെരുവ് ഷോയിൽ കണ്ടത്. അവിടെയാണ് പറഞ്ഞത്, പാർലമെൻറ്റിന് പകരം ഇനി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക തെരുവുകളിൽ ആണ്. യോഗേന്ദ്ര യാദവ് അല്ലേ, എന്ന് പറയുന്ന സബോളജിസ്റ്റും തെരഞ്ഞെടുപ്പിൽ നിന്ന് തോറ്റയാളുമായിട്ടുള്ള ആളുടെ വായിൽ നിന്ന് വീണ വാക്കുകളാണ്. ഇനി മുതൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക ഇലക്ഷനിലൂടെയല്ല, റെസിസ്റ്റൻസിലൂടെ ആയിരിക്കും, പാർലമെൻറ്റിലൂടെയല്ല, പകരം തെരുവുകളിലൂടെ അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുക. അതിനുശേഷമാണ് നരേന്ദ്രമോദി അതുപോലെ തന്നെ വാങ്ചുക്ക്, രാജ്യത്തോട് ആത്മാർത്ഥതയുള്ള 2 നേതാക്കളുടെ പ്രസ്താവനകൾ നമ്മൾ കേൾക്കുന്നത്. നരേന്ദ്രമോദി ഇപ്പോൾ മൻ കി ബാത്തിൽ ഈ ഞായറാഴ്ചയും വരുന്നുണ്ട്, എല്ലാ ഞായറാഴ്ചയും വരുന്നത്, വളരെ നന്നായിട്ട് വേഷം ധാരണം ചെയ്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല മനോഹരമായ ഷോട്ടുമാണ് വരുന്നത്. ഈ ഷോട്ട് വളരെ പ്രതീകാത്മകമാണ്. അദ്ദേഹം താടി പോലും ശരിക്കും ട്രിം ചെയ്തിട്ടില്ല. വളരെ ക്ലോസപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ വിഷമം വളരെ വ്യക്തമാണ്. ഈ വിഷമമെന്ന് പറയുന്നത്, അയ്യോ എൻ്റെ പ്രധാനമന്ത്രി പദം പോലും എനിക്കിനി വീട്ടിലേക്ക് അഴിമതിയായിട്ട് സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള വിചാരമല്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ഒരു വളരെ കുറ്റമറ്റ രീതിയിൽ നടത്താൻ വേണ്ടി ISRO ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംവിധാനങ്ങൾ വെച്ചിട്ടും കോച്ചിങ് സെൻ്ററുകളുടെ ലാഭമോഹം കൊണ്ടും അതുപോലെ അധ്യാപകരുടെ അഴിമതി കൊണ്ടും അത് അട്ടിമറിക്കപ്പെട്ടല്ലോ എന്നുള്ള വിഷമം, അതുവഴി ഇന്ത്യയിലെ
25 വിദ്യാർത്ഥികൾക്ക് പല സംസ്ഥാനങ്ങളിലായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നുള്ളൂ എന്നുള്ളൊരു വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ മുഖമോ സൗന്ദര്യമോ ഒന്നും നോക്കുന്നില്ല. കാരണം വളരെയധികം പ്രക്ഷുബ്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനുള്ള തീവ്രമായ ഒരു ശ്രമത്തിൻ്റെ ഒരു മുഖഭാവം, ബോഡി ലാംഗ്വേജാണ് നമ്മൾ കാണുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അനുവാദമില്ലാതെ കടന്നുപോയി അവിടെ പേക്കൂത്ത് കാണിച്ച, പട്ടി ഷോ കാണിച്ച പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ചിരിയും അവിടെ കിടന്ന് കൈകൊട്ടി കിടന്ന് ചിരിക്കുന്നു. എന്തുവാ ഇത് കാണിക്കുന്നത്? DJ ഷോയോ അതോ മഴ റെയിൻ പാർട്ടിയോ? എന്താ ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? അതോ മയക്കുമരുന്നിന് അടിമകളായി പോയവർ? ഇങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവ്? തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളല്ലേ ഇവർ? വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് പ്രിയങ്ക ഗാന്ധി. അവിടെ കള്ളാടി ദുരന്തം ഉണ്ടായിട്ട് അന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അപ്പോൾ കാപഠ്യമാണ് അവരെ ഭരിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല, ഇതുവരെ വന്നിട്ടില്ല അവർ. എത്ര പേരാണ് അവിടെ മരിച്ചത്? മണ്ണിനടിയിൽ കടന്ന് ശ്വാസം മുട്ടി മരിച്ചത്. എന്നിട്ട് ഇത്ര നാളായിട്ടും തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ നടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ചിരിക്കുകയും കൂത്താടുകയും ചെയ്യുന്നത്. എന്തൊരു വൃത്തികേടാണിത്? ജനപ്രതിനിധിക്ക് ചേർന്നതാണോ ഇത്? നിരോധനാജ്ഞ ലംഘിച്ചതിന് വേറെ കിട്ടിക്കോളൂ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്, UPA ഭരണകാലത്ത് ഇവർക്കറിയാവുന്ന പോലെ 12 പേപ്പർ ലീക്കുകളാണ് ഇതുപോലെ നടന്നിട്ടുള്ളത്. അന്നെന്താ ഇതുപോലെ വികാരപ്രകടനങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലുള്ള പ്രകടനങ്ങളും നടക്കാതിരുന്നത്? ഒന്നും നടത്തിയില്ലല്ലോ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയുടെ പേപ്പറുകൾ ഇപ്പോൾ കേരളത്തിൽ ചോർന്നു. ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് അവിടെ മിസ്അപ്രോപ്രിയേഷൻ നടന്നതുപോലെ നടന്നിട്ടുണ്ട്. അന്നേരം അവരെന്താ പറഞ്ഞതെന്നറിയാമോ? ഇത് രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണരുത്, ഞങ്ങൾ എത്ര വിചാരിച്ചിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള വിഷയമാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് പരിഹരിക്കാം. ആ വിവേകം എന്താ ഇപ്പോൾ ഉണ്ടാവാത്തത്? ഇത് പക്ഷേ നരേന്ദ്രമോദി ഒരൊറ്റ രാത്രി കൊണ്ട് പരിഹരിച്ചു. ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള 13 പേരെ ഫാസ്റ്റ് ട്രാക്ക് കോടതി അവരുടെ വിധി പറയും. അതിപ്പോൾ ഏതാണ്ട് 1-2 മാസങ്ങൾക്കകം അവർക്ക് വേണ്ട ശിക്ഷ വിധിക്കും. അവർ തിഹാർ ജയിലിലേക്ക് പോകും. തിഹാർ ജയിലിൻ്റെ തിണ്ണയിലേക്ക് പോകും. പണത്തിൻ്റെ മോഹം കൊണ്ട് വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചവർ തിഹാറിൻ്റെ ജയിലിൻ്റെ ഇരുണ്ട അറകളിൽ അഴികളെന്നെ ഇനി ജീവിക്കാൻ പോവുകയാണ്. ആ പരിഹാരം, അത് ആ മനസ്സിൻ്റെ ആ സന്ദേശം അത് സോനം വാങ്ചുക് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സമരത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു മഹാത്മാവായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള ഒരു നേതാവായിട്ടുള്ള, രാഷ്ട്രീയമില്ലാത്ത നേതാവായിട്ടുള്ള സോനം വാങ്ചുക്, ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യ രാജ്യവുമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അദ്ദേഹം ഈ സമരത്തിൽ നിന്ന് പിന്മാറിയത്. എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ലുട്ടാപ്പികളുടെയും സുട്ടാപ്പികളുടെയും ഒക്കെ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിക്ഷിപ്ത താല്പര്യക്കാരാണ്, FCRA എതിർക്കുന്നവരാണ്, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനെ എതിർക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് വേണ്ട എന്ന് വെച്ച് പോയത്. അദ്ദേഹം അവസാനമായി പറഞ്ഞ ഒരേ ഒരു വാക്ക്, ഇത് അക്രമത്തിലേക്ക് പോകരുത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെയാണ് അദ്ദേഹത്തിനെ പിടിച്ച് ഇത്രയും നാൾ നിരാഹാരമരുത്തിയ സമരക്കാർ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഈ കോൺഗ്രസ്സിന് ഇപ്പം കയറി വന്നിരിക്കുകയാണ് കോൺഗ്രസ്, സമരം വിജയിക്കുമെന്നറിഞ്ഞപ്പം. ഇതുവരെ കോൺഗ്രസിനെ എങ്ങും കണ്ടിട്ടില്ല, അവരെ ഒരാത്മാർത്ഥതയും ഇല്ലാത്തവരാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് ഈസ് എക്സ്പോസ്ഡ്. എന്താ അവർ പറഞ്ഞ്? അവർക്ക് വേണ്ടിയായിരുന്നല്ലോ ഈ സമരത്തിന്, അവരുടെ പക്ഷം പിടിച്ചുകൊണ്ടായിരുന്നല്ലോ, നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ടുമായിരുന്നല്ലോ പ്രിയങ്ക സംസാരിച്ചപ്പോൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെറും ഫ്രോഡാണെന്നാണ് അവർ പറഞ്ഞത്. ചുമ്മാ തട്ടിപ്പ്, ഇമ്പോസ്റ്റേഴ്സ്, ഒരാത്മാർത്ഥയും രാജ്യത്തൊന്നുമില്ലാതെ അധികാരം കൈക്കലാക്കാൻ വേണ്ടി നടക്കുന്ന കപട ജീവികളാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അതിന് മറുപടി പറയും? നിങ്ങളുടെ നിലപാട് അറിയിക്കൂ, അല്ലേ? അതല്ലേ വേണ്ടത്. അപ്പോൾ സോനം വാങ്ചുക്ക് വലിയ ഡിമാൻഡുകളൊന്നും ഇതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി പറയുന്നില്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന്. അത് മോദി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, നടപടികൾ എടുത്തിട്ടുണ്ട്. ഇത് നിസ്സാര കാര്യമല്ല, ഗൗരവമേറിയ കാര്യമാണെന്ന് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം കോൺഗ്രസിൻ്റെ കാലത്ത് പറയാനാണെങ്കിൽ 13 തവണ ഇതുപോലെ ലീക്ക് ഉണ്ടായിട്ടുണ്ട്, അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല.
അദ്ദേഹം പറഞ്ഞത് ഞാൻ നടപടി സ്വീകരിച്ചത് ഇത്രയും, അവർക്കൊരു വർഷം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ചെയ്ത നടപടി, അങ്ങനെ അവർക്ക് ഒരു വർഷം പോകാതെ ഞാൻ കാത്തു സൂക്ഷിച്ചു. വളരെ ആത്മാർത്ഥമായ വാക്കുകൾ, രാജ്യത്തോട് സ്നേഹമുള്ള ഒരു നേതാവിൻ്റെ വാക്കുകൾ. ഒരുപക്ഷെ മഹാത്മാഗാന്ധി ആണെങ്കിലും ഇത് തന്നെ പറയും. ഇതിനപ്പുറം എന്താ വേണ്ടത്? ഒരു മുതലെടുപ്പ് നടക്കുന്നില്ല, പ്രത്യേകിച്ച് ആദ്യത്തേയുമായിട്ട് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നീറ്റ്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടായ വീഴ്ചകൾ, അത് സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധം ഉണ്ടാകും. സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ തുടങ്ങിയ ഒരു സമരം ഇപ്പോൾ അത് ആരൊക്കെയോ മുതലെടുത്ത് അതിൻ്റെ ലക്ഷ്യമേ മാറ്റി അത് തികച്ചും ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, അത് തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ശരിയാണ്. രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൻ്റെ പേരിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അടിഞ്ഞുകൂടുക എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു സമരമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാം. കാരണം പൗരത്വ നിയമത്തിനെതിരെ അവിടെ സമരം 2 മാസം നടത്തി ഡൽഹിയെ സ്തംഭിപ്പിച്ച് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ തോറ്റുപോയി വീണ്ടും ചെന്നിട്ടുണ്ട് അവിടെ. പിന്നെ ഒന്ന് FCRA ആണ്. അതിനെതിരെയുള്ള നിലപാട് പുലർത്തുന്ന ചില മതസംഘടനകളുടെ ആൾക്കാർ, അവരെല്ലാം പരസ്യമായിട്ട് ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല, അവരുടെ താല്പര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ താല്പര്യമാണ്. ദ ഡീപ്പ് സ്റ്റേറ്റ് ഡസ് നോട്ട് വാണ്ട് മോഡി ടു കണ്ടിന്യൂ ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇളക്കി വിട്ടുകൊണ്ടേയിരിക്കും വരും. ബംഗ്ലാദേശിൽ ജമായത്തെ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിലുള്ള തെരഞ്ഞെടുപ്പിനെയും ഉള്ള ഗവൺമെൻറ്റിനെയും കൊണ്ടുവന്നത് ഇവർ തന്നെയാണ്. ആ പാവ ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നത് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള നേരത്തെയുള്ള പാവ ഗവൺമെൻറ്റിനെയും സ്ഥാപിച്ചത് അവർ തന്നെയാണ്. അപ്പോൾ അവരെല്ലായിടത്തും വെനിസുലയിൽ നമ്മൾ കണ്ടതാണല്ലോ, അവർ അവിടുത്തെ ഭരണാധികാരിയെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവരുടെ താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ആ പരിപാടി നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഓവർട്ടായിട്ടുള്ള ഓപ്പറേഷനാണ് മറ്റേത്. ഇത് കവേർട്ടായിട്ടുള്ള, അതായത് രഹസ്യമായിട്ടുള്ള, ഗുപ്തമായിട്ടുള്ള, ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് 3 അമേരിക്കൻ വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അവരുടെ ഫോട്ടോ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുണ്ട്. അതുപോലെ ധാരാളം പെർവേർട്സുകൾ, ഡ്രഗ് അഡിക്റ്റുകൾ, ലഹരിക്ക് വിധേയരായിട്ട് ആൾക്കാർ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തുഫാൻ വഴി പരിശോധിച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടാവുന്ന ധാരാളം ആൾക്കാർ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന ഈ തിക്തഫലത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കയറി സാമൂഹിക വിരുദ്ധർ ഇത് കൈയടക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസ് ഇത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, മറുഭാഗത്ത് സാമൂഹിക വിരുദ്ധർ ഇത് കൈയടക്കിയിരിക്കുന്നു. ഇത് നയിച്ച ഇതിൻ്റെ നേരത്തെ നേതാവായിട്ടുള്ള അഭിജിത്ത് ദിപ്കെ എവിടെയെന്ന് ഒറ്റ മനുഷ്യനും അറിയില്ല. അദ്ദേഹത്തിനെ കാണാനില്ല. പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിനെ കാണാനുമില്ല ഇപ്പോൾ. ഇങ്ങനെ ഒരു അപ്പോൾ ഇതാകപ്പാടെ നിഗൂഢമായിട്ടുള്ള ഒരു സമരമാണ്. ഇതിൻ്റെ ലക്ഷ്യങ്ങളും വളരെയധികം നിഗൂഢമാണ്. ഇത് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു സമരമല്ല. അതിനിയും തുടരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് ഇതുപോലെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പല ഷോകളും, പല പട്ടി ഷോകളും അവിടെ കാണാനുള്ള വേദിയായിട്ട് ഫ്രീ ആണല്ലോ അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുൻ സോളിസിറ്റർ ജനറലായിട്ടുള്ള ഹരീഷ് സാൽവെ പറഞ്ഞത്, ദേ ആർ ഹൈജാക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ദ റെഡി ടൈം ഫോർ ദി ഗവൺമെൻറ് ടു ആക്ട്. പക്ഷേ ഗവൺമെൻറ് ആക്ട് ചെയ്തില്ല. കാരണം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവും. അത് മുതലാക്കിക്കൊണ്ട് ഈ ഡിസ്ഗ്രണ്ടിൽഡ് എലിമെൻറ്റ്സ് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കും കൂടുതൽ ആക്രമണങ്ങളിലേക്കും പോകും. അത് വഷളാവും. അതുകൊണ്ട് ശാന്തമായി സമാധാനത്തോടു കൂടി തന്നെ 2 മാസം നീണ്ടു നിന്ന പൗരത്വ ബില്ലിനെതിരെയുള്ള ആസാദി ടുക്കട ഗ്യാങ്ങൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ട ആ ശക്തമായ ദിവസങ്ങളിലെ പോലെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവരെ ഓരോരുത്തരെയായിട്ട് വളഞ്ഞിട്ട് പിടിക്കുകയും UA പ്രിയപ്രകാരം എന്ന് പറഞ്ഞാൽ ജാമ്യം പോലും കിട്ടാത്ത തരത്തിൽ അവരെ പിടിച്ച് ജയിലിലിടുക തന്നെ ചെയ്യും പിന്നെ രാഷ്ട്രീയമായിട്ട് ജനപ്രതിനിധികളായിട്ട് ചെന്ന് സത്യപ്രതിജ്ഞ ലംഘനം വേണ്ടവർക്ക് എന്നാണെന്നുള്ളത്
കോടതി പറയും. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇത് എല്ലാം വീഡിയോ സൂക്ഷിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കോടതി ഒന്നും ഞെട്ടാതിരിക്കുകയില്ല. തീർച്ചയായിട്ടും അത് പരിഹാരമുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ബേക്കറി ജംഗ്ഷനിൽ നടന്ന സംഭവങ്ങൾ. കോടതി വീഡിയോയിലൂടെ കണ്ടിട്ടാണല്ലോ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ. നിങ്ങളോട് ആര് പറഞ്ഞു? ഇവർ കൊല്ലാനുള്ള ശ്രമമാണല്ലോ നടത്തും. അതുപോലെ പോലീസിനെ കൊല്ലാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കൊല്ലാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നിരോധനാജ്ഞ നിലവിലുള്ള പ്രദേശത്തേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ കടന്നുകയറ്റം. അത് കൊല്ലാൻ വേണ്ടി അല്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹത്തെ അട്ടിമറിച്ചിട്ട് മുഗള രാജാക്കന്മാരുടെ കാലത്തെ പോലെ അവിടെ ആ കസേരയിൽ കയറി ഇരിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല അദ്ദേഹം നടത്തിയതെന്ന് എങ്ങനെ പറയാൻ പറ്റും? അദ്ദേഹത്തിനത് തെളിയിക്കേണ്ടി വരും. ഇതെല്ലാം ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഈ പ്രക്ഷോഭം നടത്തി ഇങ്ങനെ ആടിയും പാടിയും ഉല്ലസിച്ചു നിന്നവർ മറുപടി പറയേണ്ട സമയം തീർച്ചയായിട്ടും വരും. ടൈം ഫോർ റെക്കണിങ് വരും. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചു. തീർച്ചയായിട്ടും.